അറിയിക്കുന്നു. പാട്ടുപാടിയ പ്രിയ വിൽസിക്കും ആനിസിനും പ്രത്യേകമായിട്ട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ മധ്യേ പങ്കുവെച്ച പ്രിയ സഹോദരന്മാരെ ഇരുവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരുണയും കരുതലും പിന്നെയും നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഉടനീളം അനുഭവിക്കുവാൻ കൃപയേകുമാറാകട്ടെ. പ്രാർത്ഥനയോടെ അല്പനേരവും കൂടെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. നാം പഠിച്ചു വരുന്ന ഈ കഴിഞ്ഞ ആഴ്ചകളായി ചിന്തിച്ചു വരുന്ന വിഷയം വിശുദ്ധീകരണം എന്നുള്ളതാണല്ലോ. ആ ചിന്തയിൽ നമ്മൾ തുടരുകയാണ്. സ്തോത്രം. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പരിശുദ്ധം അല്ലെങ്കിൽ പരിശുദ്ധി എന്നതിനെ സംബന്ധിച്ച. അതിൽ നാം കണ്ടു നമ്മുടെ ദൈവം മാത്രമേ പരിശുദ്ധനായിട്ട് ഉള്ളൂ. ആ പരിശുദ്ധിയുടെ സ്വഭാവം, പരിശുദ്ധന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. ദൈവമല്ലാതെ മറ്റ് ആരും പരിശുദ്ധരായിട്ടില്ലെന്നും അത് കേവലം ഒരു ശുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ കേവലം വേർപെട്ടിരിക്കുന്ന ഒരവസ്ഥയല്ലെന്നും അത് ആബ്സല്യൂട്ട് ഹോളിനെസ് ആൻഡ് സിൻലെസ്നെസ്, പരിപൂർണമായും പാപരഹിതമായ അവസ്ഥയാണെന്നും നമ്മൾ കണ്ടു. അതുകൊണ്ട് ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ പാപം ഇല്ലാത്തവനും പാപം ചെയ്യുവാൻ കഴിയാത്തവനുമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതാണ് പരിശുദ്ധം എന്ന അവസ്ഥ. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ വിത്തായ വചനം നമ്മിലുണ്ടെങ്കിൽ നാമും ദൈവത്തെ പോലെ തന്നെ പാപം ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വളർന്ന് എത്തും എന്നുള്ളതും തിരുവെഴുത്തിന്റെ പ്രമാണമാണ്, വ്യവസ്ഥയാണ്. സ്തോത്രം. കൂടാതെ ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധനായ ദൈവത്തെ അശുദ്ധമാക്കാൻ ആർക്കും ഒന്നിനും കഴിയുകയില്ലെന്നുള്ളതും നമ്മൾ കണ്ടു. അതിൻ്റെ പല തെളിവുകളും ഉദാഹരണങ്ങളും നമ്മൾ നോക്കി. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നാം പരിശുദ്ധനെന്നോ തിരുമേനി എന്നോ സംബോധന ചെയ്യേണ്ടതില്ല. ഓക്കെ, തിരുമേനിയുള്ള ആരുമില്ല. സ്തോത്രം. ഓക്കെ, പരിശുദ്ധമായ ശരീരമുള്ള ആരും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് അങ്ങനെ ആരെയും നമ്മൾ പരിശുദ്ധ ഇന്നാളെന്ന് വിളിക്കേണ്ട, തിരുമേനി എന്നും സംബോധന ചെയ്യേണ്ടതില്ല. സ്തോത്രം. ഓക്കെ, അത്രയും നമ്മൾ ചിന്തിച്ചിരുന്നു. മുൻപോട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഇതുവരെ പരിശുദ്ധം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന അർത്ഥത്തിൽ നമ്മൾ വളരെ ലളിതമായിട്ട് വിശുദ്ധീകരണത്തെ കണ്ടത് a state of being consecrated, a state of being set apart. ഓക്കെ, വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധി എന്നതിൻ്റെ സരളമായ അർത്ഥം വേർപെടുത്തി അല്ലെങ്കിൽ വേർപാടനുഷ്ഠിക്കുന്നത്, വേർതിരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ്. ആ വേർതിരിവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചിന്തിപ്പാനുള്ളത്. ഇതിനു മുമ്പ് മറ്റു പല വിഷയത്തോടുള്ള ബന്ധത്തിലും ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശദമാക്കാതെ പറഞ്ഞു മാത്രം ഞാൻ പോകുന്നു. ഈ വേർപാടിന് രണ്ട് വശങ്ങൾ അഥവാ രണ്ട് മുഖങ്ങളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദി സർവീസിലും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. അതിനു മുമ്പ് നമ്മൾ ആ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പഠിച്ച സമയത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യമില്ല.
എന്നാൽ ഈ വിഷയത്തോടനുബന്ധിച്ച് ആ കാര്യം ഒന്ന് ടച്ച് ചെയ്യുന്നു, സ്പർശിച്ചു വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധീകരണം, വേർപാടെന്ന നിലയിൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. ആസ് sanctification is separation or being set apart, it has two sides, two aspects, two facets. ഒന്നാമത്തേത് separating ourselves from something out, separating ourselves out from something. ചിലതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ്. ഓക്കെ, കീപ്പിംഗ് ourselves away from something and someone. ചിലതിൽ നിന്ന് അല്ലെങ്കിൽ ചിലരിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന അവസ്ഥ. അതായത് വിശുദ്ധീകരണത്തിന്റെ അർത്ഥം വേർപാട്. ആ വേർപാടിനുള്ള രണ്ട് വശങ്ങൾ, രണ്ട് അർത്ഥതലങ്ങൾ. ഒന്നാമത്തേത്, നമ്മൾ നമ്മളെ തന്നെ ചിലതിൽ നിന്നും വേർപെടുത്തി നിർത്തുക. സ്തോത്രം. രണ്ടാമത്തെ അർത്ഥം, ചിലതിനെ നമ്മിൽ നിന്നും വേർപെടുത്തി നിർത്തുക. അപ്പോൾ നമുക്ക് ചിലതിൽ നിന്നും മാറി നിൽക്കണം. രണ്ട്, ചിലതിനെ നമ്മിൽ നിന്നും മാറ്റി നിർത്തണം. These are the two aspects of separation. First of all, we have to be separated, and then we have to separate something from within. Okay, നമുക്ക് തന്നെ മാറി നിൽക്കേണ്ട പലതുമുണ്ട്. രണ്ടാമത്തേത്, നമ്മിൽ നിന്ന് മാറ്റി നിർത്തേണ്ട പലതുമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ ആകുമ്പോൾ മാത്രമേ വിശുദ്ധീകരണത്തിന്റെ ശരിയായ അർത്ഥം ആകുന്നുള്ളൂ. ഇതിലേതാണ് കൂടുതൽ അപകടകരം? അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമുള്ളത് ഒന്നാമത്തെയാണോ രണ്ടാമത്തേതാണോ? ഓക്കെ, സ്തോത്രം. രണ്ടും ആവശ്യമുള്ളതാ. നമ്മൾ ഹിന്ദി പറഞ്ഞ പോലെ 19-20 का फर्क फिर भी है. कई बार हम लोग क्या करते हैं, अंदर की सारी गंदगी को रखते हुए भी बाहर की गंदगी से अलग रहते हैं. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ആവശ്യമാണെങ്കിലും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവമുമ്പാകെ കൂടുതൽ വിലയുള്ളത് രണ്ടാമത്തേതാണ്. സ്തോത്രം. ഒന്നാമത്തേത് നമ്മെ അശുദ്ധരാക്കുന്നതിനേക്കാൾ കൂടുതൽ രണ്ടാമത്തേതാണ് നമ്മെ അശുദ്ധരാക്കുന്നത്. സ്തോത്രം. The second one, the filthiness within, will be defiling us more than the filthiness of the outside. So more than outside filthiness, uncleanness, the inward filthiness will make us unclean, defiled. So more important is the second one. Moreover, even when we keep all the unclean things within, we can show ourselves that we are so clean and separate from outside. ബാഹ്യമായ വേർപാട് അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ്. സ്തോത്രം. As Israelites did, Israel went out of or came out of Egypt, but Egypt was
still within themselves. See, that was more dangerous. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും പുറത്തു വന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ ബൗണ്ടറിക്ക്, ഫ്രോണ്ടിയേഴ്സിന്, അതിരുകൾക്ക് പുറത്തു വന്നു. മിസ്രയീമിന്റെ ജുറിഡിക്ഷൻ പുറത്തു വന്നു. മിസ്രയീം രാജാവിന്റെ അധികാര പരിധിയിൽ നിന്ന് ഇസ്രായേൽ പുറത്തു വന്നു. മിസ്രയീമിന്റെ ഭൂപ്രകൃതിയിൽ നിന്ന്, ജിയോഗ്രഫിക്ക് അവർ പുറത്ത് ചാടി. അവർ കനാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മേഘവും ദൈവത്തിന്റെ അഗ്നിസ്തംഭവും അവർക്ക് തണലും വെളിച്ചവുമേകുന്നു. ദൈവത്തിന്റെ മന്ന, ദൈവം കൊടുത്ത തേൻ, ദൈവം കൊടുത്ത വെള്ളം ഒക്കെ അവർ ആസ്വദിക്കുന്നു. പക്ഷേ അപ്പോഴും മിസ്രയീമിന്റെ ഓർമ്മകളും മിസ്രയീമിന്റെ സ്വഭാവങ്ങളും അവരുടെ അകത്തുണ്ടായിരുന്നു. സ്തോത്രം. ഇതാണ് വളരെ അപകടകരമായ അവസ്ഥ. As I told you, Israelites came out of Egypt. Geographically, they came out. They crossed the borders of Egypt. They came out of the jurisdiction of pharaohs. Now legally, Egyptians have no right and authority over them. They were heading towards the promised land, experiencing God's protection, God's provision, and they were moving forward to possess God's promises. But still, they were having everything: culture, nature, characteristics, memories, all these things of Egypt within themselves. That is more dangerous. സ്തോത്രം. നാം വളരെയധികം ശ്രദ്ധിക്കുക. വിശുദ്ധീകരണത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ബാഹ്യമായ വേർപാടിനേക്കാൾ അധികം ആന്തരികമായ വേർപാടാണ്. സ്തോത്രം. ബാഹ്യമായ വേർപാട് വേണ്ട എന്നല്ല, പക്ഷേ ആന്തരിക വേർപാടില്ലാത്ത, ബാഹ്യമായ വേർപാട് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം. അത് വളരെ ഗൗരവത്തോടെ നാം കാണുക. സ്തോത്രം. Without inward separation, if we keep external separation, that will not profit us in any way. യാതൊരു വിധത്തിലും ബാഹ്യമായ വേർപാട് മാത്രം ആചരിച്ചാൽ അത് നമുക്ക് പ്രയോജനകരമല്ല. അതിലുപരി അത് കപടഭക്തിയുടെ ഒരു ഭാവം മാത്രമായിട്ട് തീരും. We will be keeping separation from external things and not from inward things. That will be a form of hypocrisy. Simply a form of hypocrisy. അത് കപടഭക്തി മാത്രമായിരിക്കും. കപടഭക്തി മാത്രമായിരിക്കും. സ്തോത്രം. എനിക്ക് ഒരു ചർച്ചിനെ കുറിച്ചറിയാം. നേരിട്ട് എനിക്കറിയാവുന്ന, ഞാൻ പോയിട്ടുള്ള ഒരു ചർച്ചാണ്. അവിടെ വെള്ള മാത്രമേ ഞായറാഴ്ച ഇടാൻ പാടുള്ളൂ. ആണും പെണ്ണും എല്ലാം വെള്ള മാത്രം. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. വെള്ള ഇടാതെ ആരെങ്കിലും അവിടെ വന്നാൽ അവർക്ക് അങ്ങനെ കൈ കൊടുക്കൊന്നുമില്ല, തിരുവത്താഴം കൊടുക്കത്തില്ല,
അതുപോലെ മീശ വെച്ച, മുസ്റ്റാക്സ് വെച്ച പുരുഷന്മാർ, സഹോദരന്മാർ ആരെങ്കിലും വന്നാൽ തിരുവത്താഴം കൊടുക്കത്തില്ല. മീശ വെച്ചവരെ സ്നാനപ്പെടുത്തത്തില്ല. അങ്ങനെയുള്ള ഒരു സഭ. എന്റെ ചോദ്യം, നല്ല കാര്യം, ഡിസിപ്ലിൻ ഉള്ളതും യൂണിഫോമിറ്റി ഉള്ളതും ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഐ വിഷ്, കാശ്, मैं भी चाहूंगा हमारे चर्च का सब लोग व्हाइट ही व्हाइट हमेशा पहने. कम से कम मीटिंग में आएंगे तो बहुत अच्छा लगेगा. जरूर, आई विल एनकरेज इट. പക്ഷേ അകത്ത് എല്ലാ തരത്തിലുമുള്ള കളങ്കങ്ങൾ വെച്ചോണ്ട് ഞാൻ പുറമെ ഫുൾ വെള്ളയിട്ടാൽ എന്ത് പ്രയോജന? നമ്മൾ ഇതിൽ ഏതിനാ പ്രാധാന്യം നൽകുന്നത്? സ്തോത്രം. ഇതിലേതിനാ പ്രാധാന്യം നൽകുന്നത്? മീശയൊക്കെ ഞാൻ വടിച്ചു കളഞ്ഞു. മീശ പൊതുവെ പറയുന്നത് പ്രൗഡ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണെന്നാണ്. മീശയൊക്കെ അങ്ങോട്ട് അടയും, ഞാൻ പുരുഷനാണെന്ന്. അത് വെച്ചാ പണ്ട് ആൾക്കാർ രക്ഷിക്കപ്പെട്ട സഹോദരന്മാരൊക്കെ മീശ വടിക്കുമായിരുന്നത്. ഇപ്പൊ പിന്നെ സെലിബ്രിറ്റീസ് എല്ലാവരും മീശ വടിക്കുന്നവരായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം വന്നിട്ടില്ലെന്ന് മാത്രം. അപ്പം അന്നത്തെ നിലയില് മീശ എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ യെസ്, വൈറ്റ് വാഷ്ഡ് വാൾ, അഹങ്കാരത്തിന്റെ ലക്ഷണമായിട്ടാണ്. അപ്പൊ ഞാൻ ആ ലക്ഷണമുള്ള മീശ അങ്ങ് വടിച്ചു. ഇല്ലെങ്കിൽ കൊമ്പം മീശയൊക്കെ അങ്ങ് താഴോട്ടാക്കി, മേപ്പോട്ടിരുന്ന മീശ താഴോട്ടാക്കി. അപ്പോൾ അഹങ്കാരം മാറിയിട്ട് താഴ്മ വന്നെന്ന് എൻ്റെ മീശയിലൂടെ ഞാൻ തെളിയിക്കുക. അപ്പം അതെല്ലാവർക്കും താല്പര്യമായി. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് അഹങ്കാരവും എൻ്റെ ഹൃദയത്തിനകത്ത് താഴ്മയില്ലായ്മകളും ഒക്കെ ആയാൽ മീശ വടിച്ചത് കൊണ്ടോ മീശ താഴ്ത്തി വെച്ചത് കൊണ്ടോ എന്ത് പ്രയോജനം? രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സെപ്പറേഷൻ വി നീഡ്. നമുക്ക് ആന്തരികവും ബാഹ്യവുമായ വേർപാട് ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ബാഹ്യമായത് വേണ്ട എന്നല്ല. വെള്ള ഇടരുതെന്നോ കളറ് വെള്ള മാത്രം ഇടണമെന്നോ കളറുള്ളതൊന്നും ഇടരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ബാഹ്യമായ ഭക്തിയുടെ വേഷങ്ങൾ നമുക്ക് വേണം. തീർച്ചയായും ഭക്തിക്കൊരു വേഷമുണ്ട്. ആ ഭക്തിയുടെ വേഷങ്ങൾ നമുക്ക് വേണം. എന്നാൽ ഭക്തിയുടെ ശക്തിയില്ലാതെ വേഷം മാത്രമായതുകൊണ്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ദൈവവചനപ്രകാരം ഊന്നിപ്പറയുന്ന വേർപാട് ബാഹ്യവും ആന്തരികവുമായതാണ്. വേർപാടിന്റെ ഈ രണ്ട് വശങ്ങൾ തീർച്ചയായും നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ബോത്ത് ഓഫ് ദീസ് സൈഡ്സ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. One person should not think that no, external things are not at all important. No, that is wrong. Of course, there is a very important place for external form of godliness. Godliness has two sides: an external form of godliness and internal come on, തെറ്റിയാലും സാരമില്ല, ഒന്നാ മതി കൂടെ. ഭക്തിക്ക് രണ്ട് വശങ്ങളുണ്ട്. എന്താണ്? ഒന്ന് ഭക്തിയുടെ ബാഹ്യ വേഷം. രണ്ടാമത്തേത് യെസ്, ആബ്സല്യൂട്ട്ലി മോളെ, the internal power of godliness.
2 Timothy 3 and verse 6, please. 2 തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. For among them are those who gone their way into households and verse number 5, you can read 5. 5-ാം വാക്യം. Holding to the form of godliness by denying its power. Yeah, holding, yes. 2 Timothy 3:5. 3:5. 2 തിമോത്തിയോസ് 3:5 എന്താ പറയുന്നത്? ഹോൾഡിങ് ദ ഫോം ഓഫ് ഗോഡ്ലിനെസ്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ, ദ ഫോം ഓഫ് ഗോഡ്ലിനെസ്, ബട്ട് ഡിനൈങ് ദ പവർ thereof, that is internal. So godliness has an external form and an internal power. Both are to be united together. ഭക്തിക്ക് ബാഹ്യമായൊരു വേഷമുണ്ട്, ഭക്തിക്ക് ആന്തരികമായ ഒരു ശക്തിയുമുണ്ട്. സ്തോത്രം. ഇത് രണ്ടും ഒരേപോലെ നമുക്ക് വേണം. രണ്ടും ഒരേപോലെ തന്നെ വേണം. സ്തോത്രം. ഇത് രണ്ടും കൂടിയേ തീരൂ. അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ അർത്ഥം വേർപാട്, വേർപാടിന്റെ 2 തലങ്ങൾ. ബാഹ്യമായ ചിലതിൽ നിന്ന് നമ്മൾ വേർപെട്ടിരിക്കുക, ആന്തരികമായി നമ്മിൽ നിന്നും അകറ്റേണ്ടതിനെ അകറ്റിക്കളയുക. സ്തോത്രം. അതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഏതോ ഒരു സെഷനിൽ വായിച്ചു വിട്ടൊരു ഭാഗമുണ്ട്. ആ വാക്യവും കൂടെ നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് എപ്പിസ്റ്റൽ ടു തിമോത്തി ചാപ്റ്റർ 6 and verse 11. തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 6:11 വാക്യം. But you, man of God, flee from these things and pursue righteousness, godliness, faith, love, and endurance and gentleness. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, ഒന്ന് അത് വിട്ടോടി, 2 ഇവയെ പിന്തുടരുക. വിശുദ്ധീകരണത്തിന്റെ 2 തലങ്ങൾ. 3 സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ 2 എന്ന നിലയിൽ ഇപ്പോൾ കണ്ടു. ഒന്നാമത് നമ്മൾ കണ്ടത് പുറമേയുള്ള ചിലതിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കുക. Never ever allow ourselves to be defiled with unclean things and companies. Okay? Never ever allow us to be defiled with the company, fellowship of unclean things externally. Also, never ever allow filthy things to dwell within and make us unclean or keep us unclean. The same way, second thing from 2 Timothy we read, we should have an external outward form of godliness, so also an internal power of holiness. Here in 1 Timothy 6:11 we read that we have to flee away from certain things, and we have to pursue some other things. Both have to go by and by. Then only it can be sanctification, it can be separation. വേർപാടുമായി ബന്ധപ്പെട്ട, വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട 3 ഭാഗങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു.
അതിലാദ്യം കണ്ടത് നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ട ചിലതും നമ്മിൽ നിന്ന് മാറ്റിവെക്കേണ്ട ചിലതും. രണ്ടാമത്തേത് തിമോത്തിയോസിനുള്ള 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നിന്നാണ് കണ്ടത്. നമുക്ക് എന്തു വേണം? ഭക്തിയുടെ ബാഹ്യ വേഷവും വേണം, ഭക്തിയുടെ ആന്തരിക ശക്തിയും വേണം. മൂന്നാമത് നമ്മൾ തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 6:11 നിന്നുമാണ് കണ്ടത്. എന്താണ്? ചിലതിനെ നമ്മൾ വിട്ടോടണം, മറ്റ് ചിലതിനെ നമ്മൾ പിന്തുടരണം. ചിലതിനെ വിട്ട് ഓടി മറ്റ് ചിലതിനെ പിന്തുടരണം. പാസ്റ്ററോടായി പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പാസ്റ്ററിന് മാത്രമാണെന്ന് ആരും കരുതരുത്. തിമോത്തിയോസിനുള്ള ലേഖനങ്ങൾ ഉപദേശിക്കുള്ളതാണല്ലോ എന്നും പറഞ്ഞ് ഇത് ഞങ്ങൾക്കുള്ളതല്ലെന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം. അങ്ങനെയായിരുന്നെങ്കിൽ പാസ്റ്റേഴ്സ് ഓൺലി എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചേനെ. നമ്മളെ കൊടുത്തിരിക്കുന്ന പേരാണ്, ബൈബിൾ കോളേജുകാർ കൊടുത്തിരിക്കുന്ന പേരാണ് അതിന് പാസ്റ്ററൽ എപ്പിസിൽ എന്നുള്ളത് കേട്ടോ. ഇടയ ലേഖനം എന്ന് ബൈബിൾ കോളേജുകാർ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള എളുപ്പത്തിനിട്ടിരിക്കുന്ന പേരാ. അതുകൊണ്ട് നമുക്കുള്ളതല്ലെന്ന് കരുതി തള്ളിക്കളയരുത്. നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാ. അവിടെ പാസ്റ്ററെ നല്ല വിളിച്ചിരിക്കുന്നത്. പിന്നെന്താ വിളിച്ചിരിക്കുന്നത്? ഹൗ ഡിഡ് Paul addressed there in verse 11? Oh man of God. Man of God. അതുകൊണ്ട് വിൽസി ചിന്തിക്കരുത് it is not for women of God. ഓക്കെ, അങ്ങനെയും ചിന്തിക്കരുത്. ചിലരുടെ വ്യാഖ്യാനം ചെയ്യാൻ അങ്ങനെ വരും. ഇത് പാസ്റ്റർക്ക് മാത്രമുള്ളതാ, ഇത് മാൻ ഓഫ് ഗാഡ്, പുരുഷന്മാർക്ക് മാത്രമുള്ളതാ. നോ, ഇറ്റ്സ് ഫോർ ഗാഡ്സ് ചിൽഡ്രൻ, whether pastor or non-pastor, whether man or woman, male or female, or even it is a eunuch, ആരും ആയിക്കൊള്ളട്ടെ. ദൈവസഭയ്ക്കകത്ത് ഇവര് 3 കൂട്ടരുമുണ്ട് കേട്ടോ. ഇവര് 3 കൂട്ടരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മള് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റേഴ്സ് 8, 9, 10 വളരെ നല്ല സീക്വൻസിലാണ് ദൈവാത്മാവ് വെച്ചിരിക്കുന്നത്. ഇൻ ചാപ്റ്റർ 8, 8-ാം അധ്യായത്തിൽ നമ്മൾ ആരുടെ മാനസാന്തരമാണ് കാണുന്നേ? A eunuch is God saved in Acts chapter 8. In chapter 9, 9-ാം അധ്യായത്തിലോ അപ്പോസ്തലൻ Paul. That means a Pharisee, a Jewish person, an Israelite, a religious Israelite. In chapter 10, Cornelius, a Gentile. Cornelius, that means a Gentile person. See, this is a very clear picture of the church. 8-ാം അധ്യായത്തിൽ ഷണ്ണനാണ്. അവൻ ഏത് ജാതിക്കാരനാണെന്നുള്ളത് വിഷയമേ അല്ല. ഷണ്ണൻ, an outcast, a eunuch cannot enter into the temple of God. Even though he went to the temple, he could not enter the temple. He just went to the courtyard and must have prayed and is coming back. Because the law of Moses, the Old Testament, forbid eunuchs from entering into the presence of God. ദൈവസന്നിധിയിൽ ഷണ്ണന്മാർക്ക് പ്രവേശനമില്ല പഴയ നിയമപ്രകാരം. ഇത്രയും ദൂരത്തിൽ നിന്ന് ഈ മനുഷ്യൻ പോയതാണെങ്കിലും ആ ഒരു കൺസിഡറേഷൻ ഒന്നും ദൈവാലയത്തിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ പുറജാതിക്കാരനെ പോലെ തള്ളപ്പെട്ടവനായ ഈ മനുഷ്യൻ. പക്ഷേ ആ ഷണ്ണന് സുവിശേഷം ആവശ്യമായിരുന്നു. ആ ഷണ്ണനെയും സുവിശേഷം രക്ഷിച്ചു. 2, ശൗൽ അല്ലെങ്കിൽ പൗലോസ് എന്ന് പറയുന്ന മതഭക്തനായ യഹൂദ പരീശൻ, പരീശൻ
സാധാരണ നമ്മൾ പരീശ ഭക്തി എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ടാണ്. സത്യത്തിൽ പരീശൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെയധികം ന്യായപ്രമാണത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുന്നവനെന്നാണ്. അപ്പോൾ ഒരു തെറ്റും ന്യായപ്രമാണത്തിൽ പറയാനില്ലാതെ യഹൂദ മതഭക്തിയിൽ ജീവിച്ച ഒരു യഹൂദ പ്രമാണിയായ ശൗലിന് സുവിശേഷവും മാനസാന്തരവും ആവശ്യമാണെന്ന് 9-ാം അധ്യായം പറയുന്നു. 10-ാം അധ്യായം പുറജാതിക്കാരനായ കൊർന്നെല്യോസിന്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, യഹൂദന്മാരല്ലാത്തവരെ യഹൂദന്മാർ കരുതുന്നത് നരകത്തിലെ വിറക് കഷണങ്ങളായിട്ടാണ്. നരകത്തിൽ തീ കത്തിക്കാനുള്ള ഇന്ധനമെന്നാണ് ജാതികളെ പറ്റി യഹൂദൻ ചിന്തിക്കുന്നത്, ഫ്യൂൽ ഫോർ ഹെൽ. അങ്ങനെയുള്ള ജാതീയരെയും എന്ത് ചെയ്തു? സുവിശേഷം രക്ഷിച്ചു. സ്തോത്രം, സുവിശേഷം രക്ഷിച്ചു. അതിന്റെ അർത്ഥം, സ്തോത്രം, സുവിശേഷം എല്ലാവരെയും ഒരേപോലെ ദൈവമക്കളാക്കി മാറ്റുന്നു. ആൺ പെൺ നപുംസക വ്യത്യാസമില്ലാതെ, ജാതീയനെന്നും യഹൂദനെന്നും വ്യത്യാസമില്ലാതെ. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ആണെന്നും പെണ്ണെന്നും വ്യത്യാസം ഇല്ല, വെളുത്തവനെന്നും കറുത്തവനെന്നും വ്യത്യാസമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓ മാൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇറ്റ്സ് നോട്ട് ടു ദ വിമൻ ഓഫ് ഗാഡ് എന്ന് ആരും ചിന്തിക്കരുത്. അപ്പോൾ പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. If you are a person of God, if you are a man or a woman of God, these commandments are relevant for you too. If you are not a man of God or a woman of God, these things are not for you. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ മനുഷ്യരാണോ, ഈ പ്രമാണങ്ങൾ പാസ്റ്ററെന്നും അല്ലാത്തവരെന്നും വ്യത്യാസമില്ലാതെ നമുക്കുള്ളതാണ്. അപ്പോൾ നമ്മോട് പൊതുവായി പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ചിലത് വിട്ടോടണം. ഫ്ലീ ഫ്ലീ. ചിലതിൽ നിന്നും നാം ഓടണം. സ്തോത്രം. ഇന്ന് അവയെക്കുറിച്ച് വിവരിക്കുവാൻ സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ആ കാര്യം അടുത്ത ആഴ്ച ഞാൻ വിശദമാക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓടേണ്ടതായ, വിട്ടുകളയേണ്ടതായവയിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ഞാൻ അതിന് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ 2-ലും പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മ കാണും. സ്തോത്രം. ഹിന്ദി മീറ്റിങ്ങുകൾ സംബന്ധിച്ചവർക്ക് കൂടുതൽ ഓർമ്മ കാണും. അത് റീസെന്റ്ലി ഞാൻ പറഞ്ഞത്. മറ്റവർക്ക് കുറെ നാളിന് മുമ്പാ പറഞ്ഞത്. പറയുമ്പോൾ ഞാൻ തുടങ്ങുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നേക്കും. ഇവിടുന്ന് വളരെ ബുദ്ധിമുട്ടി ലോക്കൽ ടിക്കറ്റ് എടുത്ത് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ക്ഷീണിച്ച് ഒരു സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. വളരെ തിരക്ക വണ്ടിയല്ലേ. അപ്പോഴാണ് ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. സ്തോത്രം പറഞ്ഞുകൊണ്ട് പോയി ഇരിക്കാൻ നേരം അവിടെ ആരോ വൊമിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. നമ്മളന്നേരം പറയുമോ, കൊച്ചേ വാടി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം, കുറച്ച് പേപ്പറിങ് എടുത്തുണ്ടോ എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യുക നമ്മൾ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് മാറിപ്പോകും. നമ്മൾ അവിടുന്ന് മാറിപ്പോകും. ഇതുപോലെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അശുദ്ധി കണ്ടാൽ നമ്മൾ കണ്ണടച്ച് മുഖം തിരിച്ച് മൂക്കും പൊത്തി തുപ്പിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് അതാണ് ഒന്നാമത്തെ ഭാഗം. എന്താ? നമ്മൾ തന്നെ ഒഴിഞ്ഞിരിക്കേണ്ടതായ വശങ്ങൾ. രണ്ടാമത്തെ സംഗതി, നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വണ്ടികൾ കണ്ട അതേ അശുദ്ധി വീട്ടിൽ കണ്ടാലോ? വണ്ടിയെന്ന് നമ്മൾ കൊച്ചിനെ കൈ പിടിച്ചോണ്ട് വാ കൊച്ചെന്നും പറഞ്ഞ്
മുഖം തിരിച്ച് കണ്ണും അടച്ചു പോയതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അടി കൊച്ചു ഇവിടെല്ലാം അഴുക്കടി പോയേക്കാന്ന് പറഞ്ഞ് പോകുമോ? ഇല്ല. നമ്മള് അപ്പൊ തന്നെ തുണി പോലും മാറത്തില്ല ചിലപ്പം. അങ്ങനെ നിന്ന് അവിടെ എല്ലാം വൃത്തിയാക്കും. ഇതാണ് അകത്തുള്ള അശുദ്ധിയെ എടുത്തു കളയുന്ന പ്രകൃതം. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് രീതികളിലും വിശുദ്ധരായിത്തീരാം. ഈ രണ്ട് രീതികളിലും വേർപാട് അനുഷ്ഠിക്കാം. സ്തോത്രം. എങ്കിലേ നമ്മുടെ കർത്താവിന്റെ വരവിൽ നാം പോവുകയുള്ളൂ. നമ്മൾ കേട്ടല്ലോ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞത്, നമ്മുടെ കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് അറിഞ്ഞുകൂടാ. ക്രൂശിൽ തൻ്റെ രക്തം സ്ത്രീധനമായിട്ട് തന്ന് നമ്മെ വീണ്ടെടുത്ത ഒരു കർത്താവുണ്ട്. ഈ ലോകത്തിലേക്ക് തൻ്റെ മകനെ സ്ത്രീധനമായിട്ട് തന്ന് നമ്മെ വീണ്ടെടുത്ത ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്തതും പുത്രനെ നമുക്ക് വേണ്ടി തന്നതും രക്തം നമുക്ക് വേണ്ടി ചിന്തിയതും അശുദ്ധരായി ജീവിക്കുന്നതിനല്ല, പകരം സകല അശുദ്ധികളെയും ആ രക്തത്താൽ കഴുകി കാൽവറിയിലൂടെ ശുദ്ധീകരണം പ്രാപിച്ചവരായി പിതൃസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമായ സ്തോത്രം ആ ശുദ്ധീകരണം നാം ആചരിച്ചുകൊണ്ട് വേഗത്തിൽ സംഭവിപ്പാൻ പോകുന്ന യേശുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നാം മുമ്പേ വായിച്ച മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായവും 25-ാമത്തെ അധ്യായവും, മർക്കോസ് 13-ാമത്തെ അധ്യായവും, ലൂക്കോസ് 21-ാമത്തെ അധ്യായവും, 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായവും തുടങ്ങി പല അധ്യായങ്ങൾ തന്നെ യേശുവിന്റെ വരവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം, യൂദായുടെ ലേഖനം, പത്രോസിന്റെ 1ഉം 2ഉം ലേഖനങ്ങൾ, തിമോത്തിയോസിനുള്ള തെസലോനിക്ക സഭയ്ക്കുള്ള 2 ലേഖനങ്ങളും തുടങ്ങി അനേക പുസ്തകങ്ങൾ തന്നെ യേശുവിന്റെ വരവിനെ പറ്റിയാ പറയുന്നത്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ 17 പുസ്തകങ്ങളുടെ പ്രമേയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. അത്രയ്ക്ക് പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് യേശുവിന്റെ വരവ്. കർത്താവിന്റെ വരവിൽ പോകണോ? എങ്ങനെയാ നമ്മൾ തയ്യാറാകേണ്ടത്, ഒരുങ്ങി നിൽക്കേണ്ടത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. നമ്മൾ അതുകൊണ്ടാണ് ആ പാട്ട് പാടാറുള്ളത്. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ ഏറെയില്ല. പ്രിയൻ വരവതിൻ താമസം ഏറെയില്ല. നമ്മുടെ കർത്താവിന്റെ വരവിന് താമസം ഏറെയില്ലാത്തതിനാൽ വിശുദ്ധിയെ തികച്ച് നമുക്ക് ഒരുങ്ങി നിൽക്കാം. മാറേണ്ടതിൽ നിന്നും മാറാം, മാറ്റേണ്ടതിനെ മാറ്റാം. ഭക്തിയുടെ ബാഹ്യവേഷവും ആന്തരിക ശക്തിയും ഉള്ളവരായിട്ട് തീരാം. സ്തോത്രം. പിന്നെ വിട്ടോടേണ്ടതിൽ നിന്നും വിട്ടോടി പിന്തുടരേണ്ടതിനെ നമുക്ക് പിന്തുടരാം. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ആ വരവിന് താമസമെങ്കിൽ നമുക്ക് പിന്നെയും വരും ദിവസങ്ങളിൽ കാണാം. ഇല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ സ്തോത്രം തേജസ്സുള്ളവരായി നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മുടെ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിൽ നാം കർത്താവിനോട് കൂടെ കാണപ്പെടുന്നവരാകുവാനിടയാകട്ടെ. ഈ പ്രത്യാശ നമ്മിൽ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ആഴ്ചയിലെ കഷ്ടതകളൊന്നും നമ്മളെ തളർത്തത്തില്ല. ഈ പ്രത്യാശ നമ്മിലുണ്ടെങ്കിൽ ഈ ആഴ്ചയും പാപത്തിന്റെ പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും നമ്മൾ അകപ്പെടുകയില്ല. ഈ പ്രത്യാശ നമ്മിലുണ്ടെങ്കിൽ രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും നാം ആരും നിരാശപ്പെടില്ല, നെടുവീർപ്പിടുകയില്ല. രോഗങ്ങൾ കൂടി വന്നാലും കഷ്ടതകൾ കൂടി വന്നാലും നമ്മുടെ പ്രത്യാശയെ കുറിച്ചോർത്ത് നാം സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന്റെ വരവനായിട്ടൊരുങ്ങും. Hallelujah. Let's move forward with this hope of the coming of the Lord. 17 Old Testament books, the very theme of them is the second coming of the Lord Jesus Christ. As I told you, Matthew 24, 25,
Mark chapter 13, Luke chapter 21, 1 Corinthians chapter 15, all these chapters altogether deal with the coming of the Lord. Books of Revelation, books of epistles by Peter, and letters to Thessalonian churches, etc. All these books deal with the coming of the Lord Jesus Christ. No more important theme than the coming of the Lord Jesus Christ. Oh, dear ones, if the Lord's coming will be tarried, we will continue with the topic in the next week. If not, if Christ will be coming before next meeting, we have to be together in God's presence in the eternal kingdom. And gloriously, as glorious as our God is, praise God, as glorious as the resurrected Christ is, we also have to have that glory. With that hope, with that anticipation, let's live a holy life. As John says in 1 John 3 and verses 2 and 3, everyone who has this hope in him will keep himself pure as he is pure. Praise the Lord. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുമെന്ന് 1 യോഹന്നാൻ 3:2-3 പറയുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കഴിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.